ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബാബി ലവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുഞ്ഞുങ്ങളെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ അവരുടേതായിട്ടുള്ള നിഷ്കളങ്കമായ ചിരി, നിഷ്കളങ്കമായിട്ടുള്ള പെരുമാറ്റം എല്ലാവരെയും ആകർഷിക്കാറുണ്ട്. പക്ഷെ മുതിർന്നു വരുമ്പോൾ അവരുടെ സ്വഭാവം വേണമെങ്കിൽ മാറാം, അവരുടെ സാഹചര്യം അനുസരിച്ച്, അതുപോലെ തന്നെ അവരുടെ ചുറ്റുപാടുകൾക്കനുസരിച്ചൊക്കെ മാറാം. പക്ഷേ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വരദാനം തന്നെയാണ്. അപ്പം അത് പലതരത്തിലാണ് നമുക്ക് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു വിവാഹ ജീവിതത്തിലൂടെ പ്രവേശിച്ച് ആക്സിഡൻ്റലി കുഞ്ഞുങ്ങളുണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. അവർ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ പ്രത്യേകിച്ച് കുഞ്ഞിന് വേണ്ടിയൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കുഞ്ഞിനെ വേണ്ടി എന്ന രീതിയിൽ ട്രൈ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്തു. പക്ഷേ ആക്സിഡൻ്റലി നിങ്ങൾക്ക് എന്താണ് അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ആക്സിഡൻ്റലി എന്താണ് പ്രഗ്നൻ്റായി അല്ലെങ്കിൽ കൺസീവായി എന്ന് പറയാറുണ്ട്. ഇനി മറ്റൊരു വിഭാഗക്കാരുണ്ട്, പ്രീ പ്ലാൻഡ് ആയിട്ട് തന്നെ അവർ പല കാര്യങ്ങളും ചെയ്തതിന് ശേഷം പ്രഗ്നൻ്റായി തീരുന്നവർ. അതായത് ഇപ്പം അവർക്ക് അവർ വിവാഹം കഴിഞ്ഞു, കുറച്ച് നാൾ അവർ വളരെ അവരുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്തതിന് ശേഷം അവർ പിന്നെ ഒരു കുഞ്ഞിന് വേണ്ടി ഇനി നമുക്കൊരു കുഞ്ഞ് വേണം എന്ന രീതിയിലേക്ക് അവർ അങ്ങനൊരു തീരുമാനമെടുത്തു. അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ട്രീറ്റ്മെൻ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അതിന് വേണ്ടി പ്രോപ്പറായിട്ട് ഇന്ന നമ്മൾ കാര്യങ്ങൾ ഇന്ന സ്റ്റെപ്സൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ഇന്ന ടിപ്സ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൺസീവ് ആകും എന്ന രീതിയിൽ അങ്ങനെ പല രീതിയിലും ഫോളോ ചെയ്ത് അങ്ങനെ പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. ഈ രണ്ട് കൂട്ടരെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇനി മറ്റൊരു വിഭാഗക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ആക്സിഡൻ്റലിയും അവർ കൺസീവ് ആകുന്നില്ല, അതുപോലെ തന്നെ അവർ പ്രീ പ്ലാൻ ചെയ്തിട്ടും കൺസീവ് ആകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് വന്ധ്യതയുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും അവർ വന്ധ്യതയുടെ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവരല്ല. കാരണം നമ്മൾ വന്ധ്യത അവർക്കുണ്ടോ ഇല്ലയോ എന്ന് അത് ഓരോ വ്യക്തികളല്ല മനസ്സിലാക്കേണ്ടത്. അവർ ഒരു ഡോക്ടറിനെ കണ്ടു, ഡോക്ടർ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കി, ടെസ്റ്റുകളൊക്കെ നടത്തി അവർക്ക് എന്താണ് ഡിഫക്റ്റ്, അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് നാച്ചുറലി കൺസീവ് ആകാൻ വേണ്ടി സാധിക്കാത്തത്, അപ്പം എന്താണ് അവരിലുള്ള പോരായ്മ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ഉണ്ടാകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്കതിനെ നാച്ചുറലി തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർ കൃത്യമായിട്ട് നോക്കി അവർക്ക് വന്ധ്യതയുണ്ടോ, അല്ലെങ്കിൽ വന്ധ്യത എന്ന രീതിയിൽ ആ ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നൊക്കെ ഒരു ഡോക്ടറിന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ആണ് ഇപ്പം ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിലേക്ക് അവർ പോകണോ വേണ്ടതെന്ന് ഒരു ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ ഒരു വ്യക്തിയല്ല, നമ്മുടെ സമൂഹമല്ല. ഇനി ഇങ്ങനെ ഒരു വിവാഹം കഴിഞ്ഞു, കുറച്ച് നാളുകൾ കഴിഞ്ഞു, അവർ കുഞ്ഞുങ്ങളുണ്ടായില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മളെ ഒരുപാട് പേര് കുത്തി നോവിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു ശാപമാണ്, സമൂഹത്തിൻ്റെ ഒരു ശാപമാണ്. നമ്മൾ ശപിക്കപ്പെട്ടവരായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടാത്തത് എന്ന രീതിയിൽ നമ്മളെ ശാപമെന്ന് കണക്കാക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കളിയാക്കലുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ ബന്ധുക്കളിൽ നിന്ന്, നമ്മുടെ അയൽക്കാരിൽ നിന്ന്, നമ്മുടെ ദേശവാസികളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കേണ്ടതായിട്ട്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ടാകും, അവരിൽ നിന്ന് നമ്മൾ കേൾക്കണം. അതുപോലെ തന്നെ നമ്മളെ കൂട്ടുകാർ നമ്മളെ കളിയാക്കും. ഇങ്ങനെ ഒരുപാട് കളിയാക്കലുകൾ നമ്മൾ ഏൽക്കേണ്ടതായിട്ട് വരും. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ കുറേ പേർക്ക് പിന്നെയും നമ്മൾ പിന്നെയും ക്ഷമയോടെ കാത്തിരുന്നു, പിന്നെയും ലഭിച്ചില്ലെങ്കിൽ കുറേ പേർക്ക് അയ്യോ അവർക്ക് ഉണ്ടായില്ലല്ലോ, അങ്ങനെ ഒരു രീതിയിൽ സഹതാപത്തോടെയുള്ളൊരു നോട്ടവും മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ഈ ഒരു ഞാൻ പറഞ്ഞതുപോലെ ആക്സിഡൻ്റലി ഒരു കുഞ്ഞുണ്ടായില്ലെങ്കിലോ, അല്ലെങ്കിൽ പ്രീ പ്ലാൻ ചെയ്തിട്ടും കുഞ്ഞുണ്ടായില്ലെങ്കിലോ അത് ഈ രണ്ട് വിഭാഗത്തെ മാറ്റി നിർത്തിയാൽ അടുത്തൊരു വിഭാഗത്തിലുള്ള വ്യക്തികൾ അനുഭവിക്കുന്നത്. അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക, അപ്പോൾ ഇതിനെല്ലാം പരിഹാരം ഇപ്പം നമ്മളിങ്ങനെ ഈ ഒരു കണ്ടീഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നിരാശപ്പെട്ടു പോകാറുണ്ട്. പക്ഷേ അതിന് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ഇതിനും എല്ലാ പ്രശ്നങ്ങൾക്കും
എവരി പ്രോബ്ലം ഹാവ് എ സൊല്യൂഷൻ എന്ന് പറയുന്നത് പോലെ ഈ ഒരു പ്രശ്നത്തിന് ഇതൊരു പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നത്തിന് പരിഹാരവും തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മുടെ കൺമുമ്പിൽ തന്നെ അത് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയം എത്തുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. ഇപ്പം ഞാൻ ഒരു 1-2 ഉദാഹരണങ്ങൾ പറയാം. അതായത് നമുക്കിപ്പോൾ ഒരു ജോലി ഇല്ല എന്ന് കരുതുക. അപ്പോൾ ആ ജോലിക്ക് വേണ്ടിയിട്ടും പല ജോലിക്ക് വേണ്ടിയും ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ച് കുറേ ശ്രമിക്കുമ്പോഴേ ഒരു ജോലി കിട്ടുകയുള്ളൂ. എനിക്കിഷ്ടപ്പെട്ടൊരു ജോലി കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും രീതിയിൽ അത് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഒടുവിൽ ഞാൻ എന്ത് ചെയ്യും? അത് കണ്ടെത്തും. അതുപോലെ തന്നെ എല്ലാവർക്കും വീട് എന്താണ് കിട്ടണമെന്നില്ല അല്ലേ? നമ്മുടേതായിട്ടുള്ള അപ്പം നമ്മുടെ ഇപ്പം 2 മക്കളുണ്ടെങ്കിൽ അതിൽ ഇളയ മകനായിരിക്കും ചിലപ്പോൾ ആ വീട് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് കിട്ടുന്നത്. മൂത്ത മകൻ വേറെ വീട് വെച്ച് മാറേണ്ടതായിട്ടൊക്കെ ഉള്ള വിവാഹം കഴിയുമ്പോൾ മാറേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനെയുള്ള ഒരിത്. അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ചിലർക്ക് മാത്രമേ വീട് കിട്ടത്തുള്ളൂ അല്ലേ? മൂത്ത മകളൊക്കെ ആണെങ്കിൽ അവർക്ക് വീട് കിട്ടില്ല. ഇളയ മകൾക്കുള്ളതായിരിക്കും വീട്. അപ്പം മൂത്ത മകൾക്ക് വിവാഹം കഴിഞ്ഞ് പോകുന്ന വീട്ടിലും ചിലപ്പോൾ അവിടെയും അവർക്ക് സ്വന്തമായിട്ട് വീട് കാണില്ല. അപ്പം അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് വീടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവരും ശ്രമിക്കും എന്തിനു വേണ്ടി? ഒരു വീട് വയ്ക്കുന്നതിന് വേണ്ടി. അപ്പം ഇത് പിന്നെയും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ആദ്യം വസ്തു വാങ്ങുന്നു, പിന്നെ അടുത്തതിന് വേണ്ടിയുള്ള പണികൾ ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ കാശ് ഒരുമിച്ച് സ്വരുക്കൂട്ടി വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ലോണുകളും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് എന്ത് ചെയ്യുന്നു? നമുക്ക് നമ്മുടെ ലക്ഷ്യം നമുക്കൊരു വീട് വേണം. അതിനുവേണ്ടി ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ചിലർക്ക് വാഹനങ്ങൾ ആവശ്യമായിരിക്കും. എല്ലാവർക്കും ആവശ്യമാണ് വാഹനങ്ങൾ. എങ്കിലും നമുക്കിഷ്ടപ്പെട്ട വാഹനം അത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിക്കാറുണ്ട്. ഒടുവിൽ നമുക്കത് കിട്ടുകയും ചെയ്യും. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരു നാൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് ലഭിക്കും. ഇതിനിടയിൽ വെച്ച് നമുക്ക് ലഭിക്കും. എപ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം? നമുക്ക് കയ്യിൽ എപ്പോൾ കിട്ടുമോ അപ്പോഴെന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യുക. അതേ ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ എടുക്കേണ്ടത്. നമുക്ക് കുഞ്ഞുങ്ങളില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നിരാശപ്പെട്ട് കഴിയുകയല്ല ചെയ്യേണ്ടത്. പകരം എന്ത് ചെയ്യുക? നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുക. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഏതെങ്കിലും ഒരു സമയം നമുക്ക് എന്ത് ചെയ്യും? അത് നമുക്ക് കിട്ടും. കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് നേടിയല്ലോ, നമ്മൾ സക്സസ് ആയല്ലോ. അപ്പം ട്രൈ യുവർ ബെസ്റ്റ്, യു വിൽ വിൻ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ട്രൈ യുവർ ബെസ്റ്റ്, യു വിൽ വിൻ. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ബെസ്റ്റായിട്ട് തന്നെ ശ്രമിക്കുക. നമുക്ക് അതിൽ ജയിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ പിന്നാലെ അല്ലെങ്കിൽ എൻ്റെ ഒപ്പം തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ട്, എൻ്റെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്, എൻ്റെ അയൽവാസികൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ സമൂഹത്തിൽ നോക്കുമ്പോൾ എൻ്റെ ചുറ്റുപാടുള്ള എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട്. അതെല്ലാവരും വിവാഹം കഴിഞ്ഞു 1 വർഷമോ 2 വർഷമോ അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ അവർക്കെല്ലാം കുഞ്ഞുങ്ങൾ ലഭിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ സറൗണ്ടിങ്ങിലുള്ള എല്ലാവർക്കും അല്ല ഞാൻ ചിന്തിക്കേണ്ടത്. അതിനപ്പുറത്തും ഒരു ലോകം കൂടെയുണ്ട്. ആ ലോകത്ത് ഒരുപാട് പേര് എന്നെപ്പോലെയുണ്ട്. അപ്പം എനിക്ക് ചിലപ്പോൾ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 5 6 7 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഇതിനേക്കാളും വർഷങ്ങൾ 20 25 30 40 വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ട് ലഭിക്കാതായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരുടെ നിരാശയും നമ്മുടെ നിരാശയും എത്രത്തോളമാണെന്ന് നമ്മളൊന്ന് ആ ഒരു ലെവൽ നമ്മളൊന്ന് നോക്കിയേ. ഐ ആം നോട്ട് എലോൺ, സോ മെനി പീപ്പിൾ സഫറിങ് ബൈ ദിസ് ഇഷ്യൂ. അപ്പം ഞാൻ മാത്രമല്ല ഈ ഒരു ഇഷ്യൂവിലായിരിക്കുന്നത്, ഞാൻ മാത്രമല്ല ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് എന്നെക്കാളും നിരാശയിലൂടെ കടന്നു പോകുന്നവരാണ്. അത് നമ്മൾ ചിന്തിക്കുക. അപ്പം ഞാൻ മാത്രം ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ എനിക്ക് മാത്രമല്ല ഇങ്ങനെ ഇല്ലാതിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്കിനി എങ്ങനെ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം? ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര്. അവർക്കെങ്ങനെ നമുക്കൊരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും? നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് എന്താണ് പ്രശ്നം? ഒരു കുഞ്ഞുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി എൻ്റെ ശരീരത്തിൽ എന്താണ് ഡിഫക്റ്റ്? അത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഞാൻ സ്വന്തമായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വിചാരിച്ച് നടക്കില്ല. ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടെ എവിടെയാണ് അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറിൽ 2 പേർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ 2 പേർക്കും ആ ഒരു ഇതിൽ പങ്കാളിത്തമുള്ളതാണ് അല്ലേ? ആണിനായാലും പെണ്ണിനായാലും പങ്കാളിത്തമുള്ള ഒരു പ്രോസസ്സാണ് ഈ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്.
അപ്പം തീർച്ചയായിട്ടും ഇതിലേത് ലൈഫ് പാർട്ട്ണറാണെങ്കിലും ചിലപ്പോൾ 2 പേർക്കും ചെറിയ തോതിലുള്ള ഡിഫക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ചെറിയൊരു തോതിലുള്ള ഡിഫക്റ്റ് ആണെങ്കിൽ പോലും ഇതിനെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്. ആർക്കാണ് എന്താണ് എന്ന് നമ്മളൊരു ഡോക്ടറിൻ്റെ സഹായത്തോടെ കണ്ടെത്തുക. പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ പുതിയ പുതിയ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുണ്ടാകും. ആർക്കും ഉണ്ടാകാതെയൊന്നും ഇരിക്കില്ല. നിങ്ങൾ എങ്ങനെ ശ്രമിക്കുമോ അതുപോലെ ഇരിക്കും. അപ്പം നമ്മൾ മറ്റു എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താണ് ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുമല്ലോ, അതുപോലെ തന്നെ നിങ്ങളെന്ത് ഇതിനു വേണ്ടി ഒന്ന് ഇല്ലാത്തവർ തീർച്ചയായിട്ടും ശ്രമിക്കുക. പിന്നെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു വീടുള്ളത് സന്തോഷമാണ്, ഒരു ജോലിയുള്ളത് സന്തോഷമാണ്, വരുമാന മാർഗമുള്ളത് സന്തോഷമാണ്, നമുക്ക് നല്ല എഡ്യൂക്കേഷൻ ഉള്ളത് സന്തോഷമാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം മാത്രമാണ് ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ സമൂഹം നോക്കുമ്പോൾ നമുക്ക് എന്തോ വലിയൊരു കുറവുള്ളതുപോലെ അവരുടെ കണ്ണിൽ തോന്നും. പക്ഷെ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു സന്തോഷം മാത്രമാണിത്. ഈ സന്തോഷം ഞാൻ ഈ പറഞ്ഞ പോലത്തെ സന്തോഷം, ജോലി, വരുമാനം, വീട്, വാഹനം അല്ലെങ്കിൽ വെൽ എഡ്യൂക്കേഷൻ, ഇതൊന്നും നമുക്ക് ഇതിലേതെങ്കിലും ഒന്നും നമുക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിരാശപ്പെട്ടു പോകും. ചെറിയ തോതിലുള്ള നിരാശയൊക്കെ ഉണ്ടാവും. ആ ഒരു നിരാശ മാത്രമേ ഇതിൽ പാടുള്ളൂ. നമുക്ക് ചിലപ്പോൾ നമ്മൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഒരുപാട് നാൾ കാത്തിരുന്നു, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു, ഒരുപാട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ നമുക്ക് പിന്നെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, നമുക്ക് ആ ഒരു സന്തോഷം ഇല്ലെന്നല്ലേ ഉള്ളൂ. ബാക്കി എല്ലാ സന്തോഷവും നമ്മുടെ ജീവിതത്തിലില്ലേ, അതിൽ നമ്മൾ എന്ത് ചെയ്യണം, സന്തോഷിക്കും. കാരണം ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ. ആ ജീവിതം നമുക്ക് കഴിഞ്ഞു പോകുക, പിന്നെ നമ്മൾ നിരാശപ്പെട്ടു പോയിട്ട് കാര്യമില്ല. നമ്മൾ പിന്നെ എന്താണ് പ്രായം ചെന്നവരാകും. പിന്നെ നമുക്ക് നമ്മുടെ യൗവനകാലത്ത് സന്തോഷിക്കുന്നത് പോലത്തെ ഒരു സന്തോഷം പിന്നെ കിട്ടില്ല. അഥവാ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ആ പ്രൊസീജിയറിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോയിട്ട് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, ആ ഒരു സന്തോഷം ഇല്ല. ബാക്കി സന്തോഷങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ട്, അതിൽ സന്തോഷിക്കുക. ഇപ്പം നിങ്ങൾ വേറെ ഒരു കാര്യം കൂടെ ചിന്തിക്കുക. അപ്പം നിങ്ങളെ കുഞ്ഞുങ്ങളില്ല എന്നത് ആണ് നിങ്ങളുടെ വിഷമം. ഇനി കുഞ്ഞുങ്ങളുള്ളവരെ കുറിച്ചൊന്ന് ചിന്തിച്ചേ. എത്ര പേർക്ക് അതിൽ സന്തോഷിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്? പലരും എന്താണ്, അയ്യോ ഇങ്ങനൊരു കാര്യം ഉണ്ടായിപ്പോയല്ലോ, അതിലാണ് ദുഃഖം. അപ്പം ഉള്ളവർക്ക് അത് ഉള്ളതിൻ്റെ ദുഃഖം, ഇല്ലാത്തവർക്ക് അതില്ലാത്തതിൻ്റെ ദുഃഖം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. അതാണ് ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു കുഞ്ഞിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിപ്പാണ് ആദ്യം സ്വീകരിക്കേണ്ടത്. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക. നിങ്ങൾക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും, കിട്ടിയാലും ഇല്ലെങ്കിലും, ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്താണ്, എനിക്ക് കുഞ്ഞ് ഇല്ലയെന്നുണ്ടെങ്കിലും എനിക്ക് സന്തോഷമാണ്, ഉണ്ടെങ്കിലും അതിൽ സന്തോഷം, എന്തായിക്കോട്ടെ ഞാൻ ഹാപ്പി ആയിരിക്കും എന്ന് നിങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതം വളരെ ഹാപ്പി ആയിട്ട്, ഈ ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും, നിങ്ങളുടെ ആ ഒരു BP പ്രഷർ കുറയ്ക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതെല്ലാം ഒരു പോസിറ്റീവ് സൈഡാണ്. പ്രഗ്നൻ്റ് ആകുന്നതിന് വേണ്ടിയുള്ള ഒരു പോസിറ്റീവ് സൈഡാണ് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പരിചയക്കാരുണ്ടാവും. നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ സന്തോഷിക്കും, ഞാൻ ഹാപ്പി ആയിരിക്കും, എൻ്റെ സന്തോഷം അതാണ് എനിക്ക് പ്രധാനം, അതാണ് എൻ്റെ വിജയം. എൻ്റെ ജീവിതത്തിൽ മറ്റെല്ലാ കാര്യങ്ങളുണ്ടോ, അതിലും എനിക്ക് സന്തോഷിക്കാമല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ സന്തോഷത്തോടെ ആയിരിക്കും എന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ടാകും. ഇത് നമ്മളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ഒരു നിധിയൊന്നുമല്ല, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു നിധിയാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കയ്യെത്തി പിടിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും കിട്ടും. എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. അപ്പം ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ ഇതുപോലത്തുള്ള വീഡിയോസ്, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്കും അതുപോലെ തന്നെ അതിന് വേണ്ടിയുള്ള മോട്ടിവേഷൻസും, പിന്നെ നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് രീതിയിലൂടെയാണ് ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒപ്പം എൻ്റേതായിട്ടുള്ള ലൈഫിൻ്റെ എക്സ്പീരിയൻസും
ഞാൻ കടന്നു പോയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സും എനിക്ക് എത്ര രൂപ അതിൽ ചിലവഴിക്കേണ്ടതായിട്ട് വന്നു, എന്തൊക്കെ പ്രൊസീജിയറിലൂടെയാണ് കടന്നു പോകരുത്, അതുപോലെ തന്നെ മെഡിസിൻസും കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെ ബോഡി ചെക്ക് ചെയ്തിട്ടാണ് ഡോക്ടേഴ്സ് അത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ നല്ല രീതിയിൽ പ്രഗ്നൻസി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും, നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിക്കണം, അങ്ങനെ സ്ത്രീക്കായാലും പുരുഷനായാലും വ്യത്യസ്ത രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രയോജനപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.